അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 2024-25 അധ്യയന വർഷം നടന്ന LP വിഭാഗം സബ് ജില്ലാതല അലിഫ് അറബിക് ടാലൻറ്റ് ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1, തആവനു അല ഡാഷ് വത്തഖ്വ. ഓപ്ഷൻ എ അൽ മാർ, ഓപ്ഷൻ ബി അൽ ബിർ, ഓപ്ഷൻ സി അൽ ജാർ, ഓപ്ഷൻ ഡി അൽ ഹാർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി അൽ ബിർ. തആവനു അലൽ ബിർരി വത്തഖ്വ. ഇത് ഖുർആനിൽ നിന്നുള്ള ആയത്താണ്. സാധാരണ ചോദിക്കാറുള്ള ഒരു ചോദ്യം കൂടെയാണിത്. മുൻപും പല പ്രാവശ്യം ഇത് ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 2, സൗറഖ് ജംഅ് സവാരിഖ്. ഖറിയത്ത് ജംഅ് ഡാഷ്. ഓപ്ഷൻ എ ഖറിയത്തൂൻ, ഓപ്ഷൻ ബി ഖറിയാത്ത്, ഓപ്ഷൻ സി ഖുറ, ഓപ്ഷൻ ഡി ഖുറത്ത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഖുറ. ഖറിയത്തുൻ ജംഅഹു ഖുറ. സൗറഖുൻ ജംഅ് സവാരിഖാണ്. അതും ഓർത്ത് വെക്കണം, മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. സൗറഖ് എന്ന് പറഞ്ഞാൽ ബോട്ട്, ഖറിയത്തുൻ എന്ന് പറഞ്ഞാൽ ഗ്രാമം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3, വസീറുൻ ജദീദുൻ ഫി വിലായത്തി കേരള. ഓപ്ഷൻ എ രാധാകൃഷ്ണൻ, ഓപ്ഷൻ ബി അബ്ദുറഹ്മാൻ, ഓപ്ഷൻ സി ബിന്ദു, ഓപ്ഷൻ ഡി OR കേളു. കേരളത്തിലെ പുതിയ മന്ത്രി ആര് എന്നാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി OR കേളു. ക്വസ്റ്റ്യൻ നമ്പർ 4, ഇസ്മു മജല്ല KATF. മജല്ലത്തുൻ എന്ന് പറഞ്ഞാൽ മാഗസിൻ. KATFൻ്റെ മാഗസിനിൻ്റെ പേര് എന്താണ്? ഓപ്ഷൻ എ ഇത്തിഹാദ്, ഓപ്ഷൻ ബി അദ്ദർസ്, ഓപ്ഷൻ സി അൽ മനാർ, ഓപ്ഷൻ ഡി അൽ മുഅല്ലിം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ അൽ ഇത്തിഹാദ്. ഇത്തിഹാദാണ് KATFൻ്റെ മാഗസിൻ. ക്വസ്റ്റ്യൻ നമ്പർ 5, റത്തിബിൽ ജുംല. ജുംല ക്രമപ്പെടുത്തി എഴുതാനാണ്. ജുംല എന്ന് പറഞ്ഞാൽ വാചകം. വസ്വല, അൽ മഹത്ത, അൽ ഖിത്താർ, ഇല. ഇതിനെ ക്രമപ്പെടുത്തി തർത്തീബാക്കി എഴുതണം. ഓപ്ഷൻ എ ഇല വസ്വലൽ മഹത്വത്തിൽ ഖിത്താർ. ഓപ്ഷൻ ബി അൽ മഹത്ത ഇല വസ്വല അൽ ഖിത്താർ. ഓപ്ഷൻ സി വസ്വലൽ ഖിത്താറു ഇലൽ മഹത്ത. ഓപ്ഷൻ ഡി വസ്വലൽ മഹത്തതു ഇലൽ ഖിത്താർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി വസ്വലൽ ഖിത്താറു ഇലൽ മഹത്ത. വസ്വല എന്ന് പറഞ്ഞാൽ എത്തി, ഖിത്താർ ട്രെയിന്, ഇലൽ മഹത്ത റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഇല എന്ന് പറഞ്ഞാൽ സ്റ്റേഷനിലേക്ക്. ഇലൽ ബൈത്ത് വീട്ടിലേക്ക്. ഇലൽ മദ്രസ മദ്രസയിലേക്ക്. ഇലൽ മഹത്ത സ്റ്റേഷനിലേക്ക്. ട്രെയിൻ സ്റ്റേഷനിലേക്ക് എത്തി. അതാണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 6, മൻസിൽ സമം മസ്കൻ. ഹാഫിലത്തുൻ സമം ഡാഷ്. ഓപ്ഷൻ എ ബാസ്, ബി ഷാഹിന, സി സഫീന, ഡി ദറാജ. ഹാഫില എന്ന് പറഞ്ഞാൽ ബസ് എന്നാണ് അർത്ഥം. അതിൻ്റെ മറ്റൊരു പദമാണ് ബാസ്. ബാസ് എന്ന് പറഞ്ഞാലും ഹാഫില എന്ന് പറഞ്ഞാലും ഒരേ മീനിങ് ആണ്. ഷാഹിന എന്ന് പറഞ്ഞാൽ ലോറിയാണ്. സഫീനത്തുൻ എന്ന് പറഞ്ഞാൽ കപ്പലാണ്. ദറാജത്തുൻ എന്ന് പറഞ്ഞാൽ സൈക്കിളാണ്. മൻസിൽ സമം മസ്കൻ. അതിന് മറ്റു വാക്കുകളുണ്ട്. ദാറുൻ, ബൈത്തുൻ എന്നൊക്കെ പറഞ്ഞാലും വീട് തന്നെയാണ്. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 7,
തഖഉ മൂന്നാർ ഫി മുഖാത്തഅത്തി ഡാഷ്. ഓപ്ഷൻ എ കോട്ടയം, ബി ഇടുക്കി, സി എറണാകുളം, ഡി കണ്ണൂർ. തഖഉ എന്ന് പറഞ്ഞാൽ സ്ഥിതി ചെയ്യുന്നു. മൂന്നാർ ഫി മുഖാത്തഅത്തി, മുഖാത്തഅത്ത് എന്ന് പറഞ്ഞാൽ ജില്ല. മൂന്നാർ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് അവിടെ എഴുതേണ്ടത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഇടുക്കിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 8. മാ ഹുവ അൽ ഹയവാനുൽ വത്വനി ലിൽ ഹിന്ദ്. മാ ഹുവ അൽ ഹയവാനുൽ വത്വനി ലിൽ ഹിന്ദ്. ഓപ്ഷൻ എ ഫീൽ, ബി ബബറുൻ, സി കൽബുൻ, ഡി സറാഫത്തുൻ. ഇന്ത്യയുടെ ദേശീയ മൃഗം ഏത് എന്നാണ് ചോദ്യം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ബബറുൻ, കടുവയാണ്. ബാക്കിയുള്ള പദത്തിൻ്റെയും അർത്ഥം അറിഞ്ഞിരിക്കണം. ഫീലുൻ, കൽബുൻ, സറാഫത്തുൻ. ഈ ചോദ്യമൊക്കെ നന്നായി ശ്രദ്ധിക്കണം. ഇവിടെ ഇന്ത്യയുടേതാണ് ചോദിച്ചത്. ചിലപ്പോൾ കേരളത്തിൻ്റെ മൃഗം ചോദിക്കാറുണ്ട്, പക്ഷി ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ദേശീയ പക്ഷി ഒക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. ത്വാഇറുൻ എന്ന് പറഞ്ഞാൽ പക്ഷിയാണ്. അതിൻ്റെ ജംആണ് തുയൂർ. ക്വസ്റ്റ്യൻ നമ്പർ 9. കം ഉളുവൻ ഫി ഫരീഖി ക്രിക്കറ്റ്. ക്രിക്കറ്റ് ടീമിൽ എത്ര അംഗങ്ങളുണ്ടാകും എന്നാണ് ചോദ്യം. കം എന്ന് പറഞ്ഞാൽ എത്ര. ഓപ്ഷൻ എ 12, ബി 10, സി 14, ഡി 11. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി 11. ക്വസ്റ്റ്യൻ നമ്പർ 10. കാന ഡാഷ് ത്വാലിബൻ നഷീത്തൻ. ഓപ്ഷൻ എ ലിയാന, ഓപ്ഷൻ ബി ലിയാനത്ത്, ഓപ്ഷൻ സി ലിയാനി, ഓപ്ഷൻ ഡി ലിയാനു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ലിയാനു. ഇത്തരം ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. LP തലത്തിലുള്ള കുട്ടികൾ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിച്ചിട്ടുണ്ടാവാൻ സാധ്യത കുറവാണ്. കാന എന്ന ഒരു പദം വന്നാൽ അതിന് ശേഷം വരുന്ന വാക്കിന് അവസാനം ലൊമ്പ് കൊടുക്കണം. കാന ലിയാനു എന്നാണ് പറയുക. കാന ലിയാനി എന്നോ ലിയാന എന്നോ ഒന്നും പറയില്ല. കാന ലിയാനു. കാന വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം വരുന്ന വാക്കിന് അവസാനത്തെ ഹർക്കത്ത് ലൊമ്മായിരിക്കും. ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ സാധാരണ ചോദിക്കാറുള്ളത് UPക്കാണ്, എങ്കിലും LP തലത്തിലും ചോദിക്കാറുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 11. മയ്യിസ് അഷാദ്. ഓപ്ഷൻ എ ഹളീറ, ബി വിജാർ, സി ഫനസ്, ഡി ഹുഷ്. ഷാദ് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ടത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഫനസ്. ഫനസ് എന്ന് പറഞ്ഞാൽ ചക്ക എന്നാണ് അർത്ഥം. ബാക്കി മൂന്നും ഹയവാനാത്തുകളുടെ മസ്കനുകളാണ്. ഹളീറത്ത് എന്ന് പറഞ്ഞാൽ ബക്കറയുടെ മസ്കനാണ്. വിജാർ എന്ന് പറഞ്ഞാൽ കൽബിൻ്റെ മസ്കനാണ്. ഉഷ് എന്ന് പറഞ്ഞാൽ ത്വാഇറുൻ, പക്ഷിയുടെ, കാക്കയുടെ ഒക്കെ കൂടിന് പറയുന്ന പേരാണ് ഉഷ്. ക്വസ്റ്റ്യൻ നമ്പർ 12. കബീർ ലിദ്ദുഹു സഗീർ. സിദ്ഖുൻ ലിദ്ദുഹു ഡാഷ്. ലിദ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റാണ്, അത് ഓർമ്മയിലുണ്ടാകണം. ഓപ്ഷൻ എ ഖുഫ്ലുൻ, ബി കദിബുൻ, ഡി ഖലിഖുൻ, ഡി ഗനിയ്യുൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി കദിബുൻ. കബീർ എന്ന് പറഞ്ഞാൽ വലിയത് എന്നാണ് അതിൻ്റെ ലിദ്. സഗീറുൻ ചെറിയത്. സിദ്ഖുൻ എന്ന് പറഞ്ഞാൽ സത്യം എന്നാണ് അതിൻ്റെ ലിദ്. കദിബുൻ കളവ്. ക്വസ്റ്റ്യൻ നമ്പർ 13. അഖ്റബു വിലായത്തൈനി മിൻ കേരള. ഖരീബുൻ എന്ന് പറഞ്ഞാൽ അടുത്തുള്ളത്. അഖ്റബ് ഏറ്റവും അടുത്തുള്ള
കേരളത്തിൻ്റെ ഏറ്റവും അടുത്തുള്ള 2 നാടുകൾ, 2 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ കർണാടക തമിഴ്നാട്, ഓപ്ഷൻ ബി കർണാടക രാജസ്ഥാൻ, ഓപ്ഷൻ സി തമിഴ്നാട് ഗുജറാത്ത്, ഓപ്ഷൻ ഡി ആന്ധ്ര കർണാടക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ കർണാടക തമിഴ്നാട്. ക്വസ്റ്റ്യൻ നമ്പർ 14. ഐന തഖഉ ബവാബത്തുൽ ഹിന്ദ്? ഓപ്ഷൻ എ ആഗ്ര, ബി ഹൈദരാബാദ്, സി കൊൽക്കത്ത, ഡി ഡൽഹി. മുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തഖഉ എന്ന് പറഞ്ഞാൽ സ്ഥിതി ചെയ്യുന്നു. ഐന എവിടെയാണ്? ബവാബത്തുൽ ഹിന്ദ് ഇന്ത്യ ഗേറ്റ് എവിടെ സ്ഥിതി ചെയ്യുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഡൽഹി. ഡൽഹിയിലാണ് ഇന്ത്യ ഗേറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 15. മൻ കതബ റിവായത്ത ഹയാത്തുൽ മാഇസ്? ബ്രാക്കറ്റിൽ അതിൻ്റെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. ആടുജീവിതം. റിവായത്തുൻ എന്ന് പറഞ്ഞാൽ നോവലാണ്. ഓപ്ഷൻ എ പൃഥ്വിരാജ്, ബി നജീബ്, സി ബിന്യാമീൻ, ഡി ഹക്കീം. മൻ കതബ ആരാണ് എഴുതിയത്? റിവായത്ത ആടുജീവിതം എന്ന നോവൽ എഴുതിയത് ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ബിന്യാമീൻ. ക്വസ്റ്റ്യൻ നമ്പർ 16. മത്ത സമം വെൻ? മൻ സമം ഡാഷ്? ഓപ്ഷൻ എ ഹു, ബി വിച്ച്, സി വേർ, ഡി വാട്ട്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഹു. അതിൻ്റെ അർത്ഥമാണ് ഇംഗ്ലീഷിലാണ് കൊടുത്തിട്ടുള്ളത്. മത്ത എപ്പോൾ, വെൻ. മൻ ആര്, ഹു. ക്വസ്റ്റ്യൻ നമ്പർ 17. ഡിസംബർ 18 സമം? ഓപ്ഷൻ എ യൗമ ഹുഖൂഖുൽ ഔലാദ്, ബി യൗമുൽ ഖിറാഅ, സി യൗമുൽ ആലമി ലിൽലുഅത്തിൽ അറബിയ്യ, ഓപ്ഷൻ ഡി യൗമുൽ ഇസ്തിഖ്ലാൽ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി യൗമുൽ ആലമി ലിൽലുഅത്തിൽ അറബിയ്യ. ലോക അറബി ഭാഷാ ദിനമാണ് ഡിസംബർ 18. സി ആണ് കറക്റ്റ് ആൻസർ. യൗമുൽ ഖിറാഅ എന്ന് പറഞ്ഞാൽ വായനാ ദിനമാണ്. ജൂൺ 19-നാണത്. യൗമുൽ ഇസ്തിഖ്ലാൽ എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ ദിനമാണ്. ആഗസ്റ്റ് 15-നാണത്. ഈ പദങ്ങൾ ഓർമ്മയിലുണ്ടാകണം. ക്വസ്റ്റ്യൻ നമ്പർ 18. ഇഖ്തറ സ്വഹീഹ് ശരിയായത് ഏതാണ്? താഴെ കുറച്ച് പദങ്ങളുണ്ട്. അതിൽ അക്ഷരത്തെറ്റില്ലാതെ ശരിയാക്കി എഴുതിയത് ഏത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സ്വഹീഹ് എന്ന് പറഞ്ഞാൽ ശരിയായത്. ചിലപ്പോൾ ഖത്ത് എന്ന് ചോദിക്കാറുണ്ട്. ഖത്ത് എന്ന് പറഞ്ഞാൽ തെറ്റായത്. അപ്പോൾ തെറ്റായതാണ് കണ്ടെത്തേണ്ടത്. ഇവിടെ ശരിയായതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓപ്ഷൻ എ അൽ ഉക്കൂമ, ബി അൽ ഹുക്കൂമ, സി അൽ ഉക്കൂമ, ഡി അൽ ഹുക്കൂമ. ചെറിയ ചെറിയ അക്ഷരമാറ്റങ്ങളാണുള്ളത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി അൽ ഹുക്കൂമ എന്നാണ്. ക്വസ്റ്റ്യൻ നമ്പർ 19. നവാൽ മുഹന്നി മഷ്ഹൂറൻ ബി ഡാഷ്? ഓപ്ഷൻ എ അൽ ഖുത്ബ, ബി അൽ മസ്റഹിയ, സി അശ്ശിഅർ, ഡി അൽ ഖിസ്വ. ഈ വ്യക്തി മഷ്ഹൂറൻ പ്രസിദ്ധമായത്, ഫേമസ് ആയത് ഏത് മേഖലയിലാണ് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഷിഅറാണ്, കവിത. അദ്ദേഹം കവിയായിരുന്നു. ഖുതുബ എന്ന് പറഞ്ഞാൽ പ്രസംഗം, മസ്റഹിയത്ത് എന്ന് പറഞ്ഞാൽ നാടകം, ഖിസ്വ എന്ന് പറഞ്ഞാൽ കഥ. അദ്ദേഹത്തിൻ്റെ മേഖല ഷിഅർ ആയിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 20. ആസിമത്തു കർണാടക? ഓപ്ഷൻ എ ബാംഗ്ലൂർ, ബി കോർക്ക്, സി ന്യൂഡൽഹി, ഡി ചെന്നൈ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ബാംഗ്ലൂർ. കർണാടകയുടെ തലസ്ഥാനമാണ് ചോദിച്ചിട്ടുള്ളത്. അത് ബാംഗ്ലൂരാണ്. ആസിമത്തുൻ എന്ന് പറഞ്ഞാൽ തലസ്ഥാനം. ആസിമത്തു കേരള ചോദിക്കാറുണ്ട്, തിരുവനന്തപുരം.
ആസിമത്തു തമിഴ്നാട് ചോദിക്കാറുണ്ട് ചെന്നൈ. ഇവിടെ ചോദിച്ചത് ആസിമത്തു കർണാടക. ആസിമത്തു പശ്ചിമ ബംഗാൾ ചോദിക്കാറുണ്ട്. ആസിമത്തു അൽ ഹിന്ദ് ചോദിക്കാറുണ്ട്. പല സംസ്ഥാനങ്ങളുടെയും ആസിമത്ത് ചോദിക്കാറുണ്ട്. പല രാജ്യങ്ങളുടെയും ആസിമത്ത് ചോദിക്കാറുണ്ട്. ആസിമത്തു അൽ ഖത്തർ, സൗദിയ, ഒമാൻ തുടങ്ങിയിട്ടുള്ള പാകിസ്ഥാൻ, അങ്ങനെ പല രാജ്യങ്ങളുടെയും തലസ്ഥാനങ്ങൾ ആസിമത്തും ചോദിക്കാറുണ്ട്. അതും എല്ലാവരും പരമാവധി നോക്കി വെക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.